തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനകീയ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ വർധനവ്, ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപനം, DA കുടിശ്ശിക വിതരണമടക്കം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ചില പ്രഖ്യാപനങ്ങളെക്കുറിച്ച് CPM ആലോചിക്കുന്നുണ്ട്. പിശുക്കനായ ധനമന്ത്രി എന്നാണ് KN ബാലഗോപാലിനെ കുറിച്ച് ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾ പോലും പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് വകുപ്പുകൾക്ക് പണം അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. എന്നാൽ സർക്കാരിൻ്റെ അവസാന വർഷം ധനമന്ത്രി വിശാല മനസ്കനാകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും എന്നതായിരുന്നു പ്രകടന പത്രികയിൽ ഇടതുമുന്നണി വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ അധികാരമേറ്റ് 4 വർഷം കഴിഞ്ഞിട്ടും 100 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ 1600 രൂപയുള്ള ക്ഷേമ പെൻഷൻ 2000 ആക്കി വർദ്ധിപ്പിക്കണമെന്ന ആലോചനയാണ് സർക്കാർ തലത്തിൽ നിലവിൽ നടക്കുന്നത്. നിലവിലെ 1 മാസത്തെ കുടിശ്ശികയും നൽകും. 5 വർഷം കൂടുമ്പോൾ സർക്കാർ ജീവനക്കാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. അവരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കണം. ശമ്പള പരിഷ്കരണ കമ്മീഷനെ സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നോട്ടിലൂടെ വോട്ട് നേടാൻ ശമ്പള പരിഷ്കരണ കമ്മീഷനെയും സംസ്ഥാന സർക്കാർ ഉടൻ പ്രഖ്യാപിച്ചേക്കും. ഭിന്നശേഷി സംവരണ വ്യവസ്ഥകൾ മൂലമുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കും. ആശാവർക്കർമാരുടെ ഓണറേറിയ വർധനമാണ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രഖ്യാപനം. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് നേരത്തെ ഇടതുമുന്നണി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതുവരെ ഒന്നും നടപ്പായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയുണ്ട്. കേരള പിറവി ദിനത്തിലെ നിയമസഭാ സമ്മേളനത്തിലായിരിക്കും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. അതിന് പിന്നാലെ ഒരാഴ്ചയ്ക്കകം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും. സൈനുൽ അബ്ദീൻ, മീഡിയ 1, തിരുവനന്തപുരം.